തീരുമാനിച്ച് അത് എഴുതി വെച്ച് അവിടെ ചെന്ന് രാജ്ഭവനെയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന പ്രസംഗം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശിവൻകുട്ടിക്കെതിരെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഈ ശിവൻകുട്ടിയെ ആ രാജ്ഭവനിൽ കയറ്റിയ ആൾക്കാരെ വേണം പറയാൻ. കാരണം ഈ നിയമസഭ അടിച്ചു തകർത്ത് ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ അടിച്ചു തകർത്ത് അതിനകത്ത് കോലാഹലങ്ങൾ കാണിച്ച് അതിന്റെ പേരിൽ ഒരു 5 വർഷക്കാലം MLA അല്ലാതെ പുറത്തിരുന്ന് ഇപ്പോ വന്ന സമയത്ത് വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ശിവൻകുട്ടി ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശിവൻകുട്ടിയുടെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശിവൻകുട്ടി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് താറുമാറായി കിടക്കുകയാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പൊ പറയുന്നു ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതല്ല. ഒരു മന്ത്രി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ശിവൻകുട്ടിക്ക് ആദ്യം പ്രോട്ടോക്കോളാണ് പഠിപ്പിക്കേണ്ടത്.